എല്ലാവർക്കും ബ്രെയിൻ സ്പാർക്ക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനയപുരസ്സരം അപേക്ഷിക്കുന്നു. ദേശീയ അധ്യാപക അവാർഡും സ്റ്റേറ്റ് അധ്യാപക അവാർഡും നൽകുന്നതിനുള്ള സമയം അടുത്തു വരികയാണ്. അധ്യാപക അവാർഡ് നേടിയ ഒരു വ്യക്തി എന്ന നിലയിൽ പല കോണുകളിൽ നിന്നും എന്നോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സാറേ, അവാർഡ് എങ്ങനെയാണ് നേടുന്നത്? ഇതിൻ്റെ പിറകിൽ എന്തെങ്കിലും രാഷ്ട്രീയ സ്വാധീനമുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ 1991 മുതൽ 32 വർഷം അധ്യാപന ജീവിതം നയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അധ്യാപക അവാർഡ് നൽകുന്നതിൽ എന്തെങ്കിലും രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ട് എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അർഹരായ അധ്യാപകരെ കണ്ടെത്തി സെപ്റ്റംബർ 5-ാം തീയതി ദേശീയ അധ്യാപക ദിനത്തിൽ അവാർഡ് നൽകുകയാണ് പതിവ്. പ്രത്യേകിച്ച് VS-ന്റെ കാലത്തും ഇന്നത്തെ സർക്കാരിൻ്റെ കാലത്തുമൊക്കെ പൂർണ്ണമായിട്ടും മെറിറ്റ് നോക്കി തന്നെയാണ് അധ്യാപക അവാർഡ് നിശ്ചയിച്ചത് എന്ന് തുറന്നു പറയുവാൻ എനിക്ക് യാതൊരു സംശയവുമില്ല. എൻ്റെ അനുഭവം തന്നെ അതിന് ഉദാഹരണമാണ്. 2009-2010 ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി MA ബേബിയും ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ അധ്യാപക അവാർഡ് നേടിയത്. അന്ന് അധ്യാപക അവാർഡിനെ എൻ്റെ സഹപ്രവർത്തകർ വിശേഷിപ്പിച്ചത് പൂർണ്ണമായിട്ടും മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച ഒരു അവാർഡ് എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അവാർഡിന് നിശ്ചയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങളോട് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. 1. അധ്യാപക അവാർഡിന് അപേക്ഷിക്കുന്ന വ്യക്തി മിനിമം 15 കൊല്ലത്തെ സർവീസെങ്കിലും ഉള്ള അധ്യാപകനായിരിക്കണം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ 10 വർഷത്തെ സർവീസ് ആണെങ്കിലും പരിഗണിക്കുന്നതാണ്. സർവീസിൻ്റെ കാലദൈർഘ്യം ഒരു മാനദണ്ഡമാണ്. രണ്ടാമതായിട്ട് അധ്യാപകൻ്റെ വിദ്യാഭ്യാസ യോഗ്യത. അധ്യാപകൻ ഹൈസ്കൂൾ ക്ലാസ്സുകളിലാണെങ്കിൽ BA, BEd, BSc, BEdും ഹയർ സെക്കൻഡറി ക്ലാസ്സുകളാണെങ്കിൽ MA, MSc, BEdും സെറ്റും അടിസ്ഥാന യോഗ്യതയാണ്. നെറ്റ്, സെറ്റ്, PhD മുതലായ ഉന്നത വിദ്യാഭ്യാസങ്ങൾ നേടുകയും തൻ്റെ സർവീസിൻ്റെ കാലഘട്ടത്തിൽ കൂടുതൽ പഠിക്കുകയും സർവീസിൽ ഇരുന്നു കൊണ്ട് തന്നെ കൂടുതൽ ഡിഗ്രി നേടുകയും ചെയ്തിട്ടുള്ള അധ്യാപകർക്ക് അതിൻ്റേതായ മുൻഗണന ലഭിക്കുന്നതാണ്. മൂന്നാമതായിട്ട് അധ്യാപന ജീവിതത്തിൽ അദ്ദേഹം കൈവരിച്ച അക്കാദമിക് നേട്ടങ്ങളാണ് പരിഗണിക്കുന്നത്. അക്കാദമിക് നേട്ടങ്ങളിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ക്ലാസ് മുറികളിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും വിലയിരുത്തുന്നു. താൻ പഠിപ്പിച്ച കാലഘട്ടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പ്രസ്തുത സബ്ജക്റ്റിന് ലഭിച്ച മാർക്കും അതിൻ്റെ പെർസെൻറ്റേജും, എത്ര വിദ്യാർത്ഥികൾ പാസ്സായിട്ടുണ്ടെന്നും ഓവറോൾ എത്ര % വിജയം നേടാൻ സാധിച്ചിട്ടുണ്ടെന്നും, ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് സ്കൂൾ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ജില്ലാ തലത്തിലും ദേശീയ തലത്തിലും അവൻ്റെ മെറിറ്റിനെ കൊണ്ട് എത്തിക്കുവാൻ പ്രസ്തുത അധ്യാപകന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതും ഒരു അക്കാദമിക് പെർഫോമൻസിൽ പെടുന്ന കാര്യമാണ്. നാലാമതായിട്ട് അധ്യാപക അവാർഡിന് പരിഗണിക്കുമ്പോൾ നോക്കുന്ന കാര്യം ഈ അധ്യാപകൻ ഏതെങ്കിലും തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ട്രെയിനിങ് പ്രോഗ്രാം പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പാഠപുസ്തക രചന. പാഠപുസ്തക രചനയിൽ അധ്യാപകൻ്റെ കോൺട്രിബ്യൂഷൻ എന്നുണ്ട്. പാഠപുസ്തക രചന കൂടാതെ കരിക്കുലം കമ്മിറ്റിയിൽ ഈ അധ്യാപകൻ ഏതെങ്കിലും തരത്തിൽ അംഗമായിരുന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ്, ഡിസ്ട്രിക്ട് റിസോഴ്സ് ഗ്രൂപ്പ് DRG, സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് SRG മുതലായ ട്രെയിനിങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ടോ? അഞ്ചാമതായിട്ട് ഈ അധ്യാപകൻ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ഉത്തരവാദിത്വങ്ങൾ വഹിച്ചിട്ടുണ്ടോ? സ്കൂൾ തലത്തിൽ ലിറ്റററി ക്ലബ്ബ്, അതുപോലെ തന്നെ മ്യൂസിക്കൽ ക്ലബ്ബ്,
അതുപോലെ തന്നെ എനർജി ക്ലബ്ബ്, അതുപോലെ തന്നെ ലഹരി വിമോചന ക്ലബ്ബ്, നല്ല പാഠം കോർഡിനേറ്റർ, മാതൃഭൂമി സീഡ് കോർഡിനേറ്റർ, ദേശാഭിമാനിയുടെ ക്വിസ് കോർഡിനേറ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ അധ്യാപകൻ എത്രമാത്രം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമാണ്. അതുപോലെ തന്നെ അധ്യാപകർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്, മാസ്റ്റേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം, അതിൻ്റെ കീ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് അധ്യാപകൻ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതും അടിസ്ഥാനപരമായ ഒരു കാരണമാണ്. അഞ്ചാമതായിട്ട് പരിശോധിക്കുന്നത് ഈ അധ്യാപകൻ എന്തെങ്കിലും ലിറ്റററി ആൻഡ് റിസർച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ടോ, ഈ അധ്യാപകൻ സ്വന്തമായിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ടോ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്റ്റഡി മെറ്റീരിയൽസ് എന്തെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ, അക്കാദമിക്ക് പ്രയോജനമുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടോ, അതുപോലെ തന്നെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്നിവ ഒരു മാനദണ്ഡമാകും. ആറാമതായിട്ട് ഈ അധ്യാപകൻ സ്കൂളിൻ്റെ ഇൻഫ്രാ ഡെവലപ്മെന്റിൽ എന്തുമാത്രം സാധ്യത കൈവരിച്ചിട്ടുണ്ട്. അധ്യാപകൻ PTA സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, ലൈബ്രറിയൻ എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, സ്കൂളിൻ്റെ ഭൗതികമായ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ സ്കൂൾ ലൈബ്രറി, മഴവെള്ള സംഭരണി, പാരിസ്ഥിതികമായിട്ടുള്ള ക്ലബ്ബുകളെ, സ്കൂൾ കൃഷിത്തോട്ടങ്ങളെ, ഔഷധത്തോട്ടങ്ങളെ, ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തിൽ അധ്യാപകൻ എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആറാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് അധ്യാപകൻ പഞ്ചായത്ത് തലത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ അരികിലേക്ക് സാക്ഷരതാ പ്രവർത്തനങ്ങളെ ആയിട്ട് ബന്ധപ്പെട്ടോ, സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ കോർഡിനേറ്റർ എന്ന നിലയിലോ, തുല്യതാ കോർഡിനേറ്റർ എന്ന നിലയിലോ അധ്യാപകൻ വിദ്യാർത്ഥികൾക്കിടയിലേക്കും സാധാരണ പൗരന്മാർക്കിടയിലേക്കും ഇറങ്ങിച്ചെല്ലുവാൻ സാധിച്ചിട്ടുണ്ടോ. ഏഴാമതായി നമ്മൾ പരിശോധിക്കുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങളെ, അതുപോലുള്ള കാര്യങ്ങളിൽ സജീവമായി ഇടപെടുകയും നമ്മൾ ലഹരി വിമോചന ജാഥകളെ, അതുപോലെ തന്നെ നമ്മൾ മനോഹരമായിട്ടുള്ള പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ഇടങ്ങളെ, അവിടെ എന്തെങ്കിലും നമ്മൾ സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ. ഏഴാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ഈ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ നാഷണൽ സർവീസ് സ്കീം, NCC, അതുപോലെ തന്നെ SPC ഇവയുടെ കോർഡിനേറ്ററായിട്ട് ഏതെങ്കിലും കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു പ്രധാന ചർച്ചാ വിഷയമാണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് തല റിസോഴ്സ് ഗ്രൂപ്പ്, പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇവയിൽ അധ്യാപകന്റെ സാന്നിധ്യം എത്രമാത്രമുണ്ട് എന്നുള്ളതും ചർച്ചാ വിഷയമാണ്. എട്ടാമതായിട്ട് പരിശോധിക്കുന്നത് ഈ അധ്യാപകൻ ലൈബ്രറി കൗൺസില്, അതുപോലെ തന്നെ മറ്റ് ട്രെയിനിങ് പ്രോഗ്രാമിലെ കരിയർ ഗൈഡൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അധ്യാപകൻ എത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. ഒൻപതാമതായിട്ട് ഈ അധ്യാപകൻ യാതൊരു കാരണവശാലും മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയായിട്ടുള്ള വ്യക്തിയാവാൻ പാടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ കേസുകൾ ഈ അധ്യാപകന്റെ പേരിൽ പെൻഡിങ് ആകാനായിട്ട് പാടില്ല. അധ്യാപകൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അതുപോലെ അധ്യാപകരെ സംബന്ധിച്ചും രക്ഷിതാക്കളെ സംബന്ധിച്ചും ഒരു മാതൃകാ പുരുഷനായിരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അധ്യാപകൻ ആൽക്കഹോളിക് അല്ല എന്ന് തെളിയിക്കുന്നതും അധ്യാപകന്റെ കോൺട്രിബ്യൂഷൻ വിലമതിക്കുന്നതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതുമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, പഞ്ചായത്താണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അഫിഡവിറ്റ് ഉണ്ടാകണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒൻപതാമതായിട്ട് താൻ ഉൾപ്പെടുന്ന അധ്യാപക സമൂഹത്തിന് ഏറ്റവും ഉചിതമായ പ്രവർത്തനങ്ങൾ, ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻ പരിശോധിക്കുന്നതാണ്. ഈ അധ്യാപകന്റെ പേര് നോമിനേറ്റ് ചെയ്യേണ്ടത് സ്കൂൾ പ്രിൻസിപ്പളാണ്. പത്താമതായിട്ട് പ്രിൻസിപ്പൾ അയക്കുന്ന ലെറ്ററിൽ DOയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ഉൾപ്പെടെയുള്ള ജില്ലാതല കമ്മിറ്റികളോ, ജില്ലാ RDD അല്ലെങ്കിൽ മറ്റുള്ളവർ ഉദ്ദേശിക്കുന്ന ഹയർ സെക്കൻഡറി തലത്തിലാണെങ്കിൽ അങ്ങനെയോ വെരിഫിക്കേഷൻ നടത്തിയതിനു ശേഷം അവരെ അധ്യാപകർക്ക് വേണ്ടിയുള്ള ഒരു പാനല് ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് സമർപ്പിക്കുന്നു. 11ാമതായിട്ട് ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് സമർപ്പിച്ച ഈ പാനലിൽ നിന്നും പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റി ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നു. അവർ ശ്രേഷ്ഠരായ അധ്യാപകരെ കണ്ടെത്തുന്നു. അങ്ങനെ എല്ലാ തരത്തിലും അധ്യാപകന്റെ അക്കാദമിക് ഇതരവുമായ കാര്യങ്ങളിലുള്ള അധ്യാപകന്റെ കോൺട്രിബ്യൂഷൻസ്, അധ്യാപകന്റെ സ്വഭാവ വിശുദ്ധി, കുട്ടികളിലുള്ള സ്വാധീനം, സ്കൂളിലുള്ള സ്വാധീനം, പൊതുസമൂഹത്തിലുള്ള സ്വാധീനം, അധ്യാപകന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള സ്വാധീനം, തൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള പ്രവർത്തന പരിചയം,
അതുപോലെ തന്നെ അധ്യാപകൻ ട്രെയിനിങ് പ്രോഗ്രാമിലും മറ്റുമുള്ള കോൺട്രിബ്യൂഷൻസ് ഇവയെല്ലാം സജീവമായി പരിഗണിച്ചുകൊണ്ടാണ് ഒരു അധ്യാപകനെ സംസ്ഥാന ദേശീയ അവാർഡുകൾക്ക് വേണ്ടി പരിഗണിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം.